ആയുർവേദ വിദ്യാർത്ഥിനി വിസ്മയ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി കിരൺ കുമാറിന്റെ ശിക്ഷ മരവിപ്പിച്ച് സുപ്രീം കോടതി ജാമ്യം നൽകി. നേരത്തെ കൊല്ലത്തെ കീഴ്ക്കോടതി വിധി 10 വർഷം തടവും 12 ലക്ഷം രൂപ പിഴയും ഉൾപ്പെടെ ശിക്ഷയാണ് സുപ്രീം കോടതി മരവിപ്പിച്ചത്. 2021 ജൂൺ 21 വിസ്മയ ആത്മഹത്യ ചെയ്ത കേസിൽ കിരണിനെ ശിക്ഷിച്ചത്. തനിക്ക് കൊല്ലത്തെ അഡീഷണൽ സെഷൻ കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കിരൺ കുമാർ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി നടപടി വൈകിയതിനാൽ കിരൺ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. വിസ്മയുടെ മരണവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ തനിക്കെതിരെ ഇല്ലെന്നായിരുന്നു ഇയാൾ കോടതിയെ പ്രധാനമായും വാദിച്ചത്. അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. കഴിഞ്ഞ 4.5 വർഷമായി താൻ ജയിലിലാണെന്നും അപ്പീലിൽ തീരുമാനം വൈകുന്നത് നീതി നിഷേധമാണെന്നുമുള്ള കിരണിന്റെ വാദം കോടതി അംഗീകരിച്ചു. നിലമേൽ കൈത്തോട് KKMP ഹൗസിൽ ത്രിവിക്രമൻ നായരുടെയും സരിതയുടെ മകളായ വിസ്മയെ 2021 ജൂൺ 21 ശാസ്താംകോട്ട പെരുമ്പടിയിലെ ഫത്തഗ്രഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കിരൺ കുമാറിനെ വിസ്മയും വിവാഹം 2021 മെയ് 20 കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട കിരൺ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതിനെ തുടർന്നാണ് വിസ്മയ ജീവനൊടുക്കിയെന്നതാണ് കേസ്.